അപ്പോൾ കേരള മാർച്ച് തൃശ്ശൂരിലേക്ക്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. വിജിലൻസ് കോടതി വിധി സസ്പെൻഡ് ചെയ്ത ഹൈക്കോടതി വിധിയെ സമൂഹത്തിലെ പലരും സംശയത്തോടെ കാണുന്നുവെന്ന് പിണറായി വിജയൻ. ജഡ്ജിമാരെ അധിക്ഷേപിക്കരുത്, ഉബൈദായാലും അങ്ങനെ ചെയ്യരുതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. സോളാർ കേസിലെ തന്റെ പങ്കാളിത്തം പുറത്തു വരാതിരിക്കാൻ ഉമ്മൻചാണ്ടി എന്ത് നെറികെട്ട കളിയും കളിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിശദാംശങ്ങൾ സലി മുഹമ്മദ് നൽകും. സലി, എന്തൊക്കെ കാര്യങ്ങൾ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറഞ്ഞു? ഇന്ന് ബഹുജന മാർച്ച് 16-ാം ദിവസമാണ്. കഴിഞ്ഞ 15 ദിവസങ്ങളിൽ കേരളത്തിന്റെ വടക്കൻ മേഖലയിലെ 6 ജില്ലകളിൽ നിന്ന് ലഭിച്ച പ്രൗഢമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജാഥ അടുത്ത ജില്ലയായ തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുന്നത്. ജാഥ പ്രയാണം ആരംഭിക്കുന്നതിന് മുമ്പ് പിണറായി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് CPM-ന്റെ നിലപാട് പിണറായി വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് ജഡ്ജിയുടെ നടപടിയിൽ ഒരു അപാകതയുമില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിന് കാരണം മുഖ്യമന്ത്രിക്കെതിരെ ചില പരാതികൾ ഉയരുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നാണ് പിണറായി ചോദിച്ചത്. അന്വേഷിക്കാതെ കുറ്റപത്രം നൽകാനൊന്നുമല്ല കോടതി പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു, അത് പരാതിയായി കോടതിയുടെ മുന്നിലെത്തുന്നു. ആ സാഹചര്യത്തിൽ അത് അന്വേഷിക്കാൻ വിജിലൻസ് സംവിധാനത്തോട് നിർദ്ദേശിക്കുക എന്നൊരു സാധാരണ നടപടിക്രമം മാത്രമാണ് വിജിലൻസ് ജഡ്ജി സ്വീകരിച്ചത്. പക്ഷേ അതിനോട് ഉമ്മൻചാണ്ടിയും കൂട്ടിന് സ്വീകരിക്കുന്ന സമീപനം അങ്ങേയറ്റം ഹീനമായ നടപടിയാണ് എന്ന് പിണറായി പറഞ്ഞു. ഇത്തരം ഒരു വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന രീതിയാണ് അനുയായികളെ കൊണ്ട് ഉമ്മൻചാണ്ടി ചെയ്യിക്കുന്നത്. അതിൽ ചില ഉയർന്ന നേതാക്കളും ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നു. അത് ജുഡീഷ്യറീസ് എന്ന സംവിധാനത്തെ തന്നെ അപഹസിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നും പിണറായി വ്യക്തമാക്കി. എന്നാൽ വിജിലൻസ് കോടതി ജഡ്ജിയുടെ ഉത്തരവിനെ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതിയുടെ നടപടി സംശയത്തോടെ ചിലർ കാണുന്നുണ്ട്. തനിക്ക് ആ കാര്യത്തിൽ അത്തരമൊരു നിലപാടില്ല. പക്ഷേ സംശയത്തോടെ പലരും ആ വിധിയെ സംശയത്തോടെ കാണുന്നു. അതിന് കാരണം നിയമപരമായി അതിന്റെ ശരിതെറ്റുകൾ താൻ പരിശോധിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചില സംശയങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്നു. 2 മാസം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിന്റെ മൂർധന്യാവസ്ഥയിലാകും. അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു അന്വേഷണത്തിനേ സാധ്യതയില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഉമ്മൻചാണ്ടി എന്താഗ്രഹിച്ചോ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ചില കോണുകളിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വിജിലൻസ് ജഡ്ജിയെ ഹൈക്കോടതി വിമർശിച്ച നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി പിണറായി പറഞ്ഞത്, ഒരു ജഡ്ജിയെയും വ്യക്തിപരമായി പറയാൻ പാടില്ല, അത് ഉബൈദാണെങ്കിലും പറയാൻ പാടില്ല എന്നും ഒരു പരാമർശം പിണറായിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മറ്റൊന്ന്, ഇന്നലെ TP ശ്രീനിവാസന് തിരുവനന്തപുരത്ത് വെച്ച് കയ്യേറ്റമുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ പിണറായി നിലപാട് വ്യക്തമാക്കിയത്, അത്തരം നടപടികളോട് അശേഷം യോജിപ്പില്ല തനിക്ക് എന്നുള്ളതാണ്. പ്രതിഷേധമുണ്ടാകാം. കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിലെ വാണിജ്യവൽക്കരണത്തിനെതിരെ വലിയ ബഹുജന പ്രക്ഷോഭം സംസ്ഥാനത്തെമ്പാടും ഉയർന്നു വരികയാണ്. ആ ബഹുജനങ്ങളുടെ ആകെ പിന്തുണയും നേടി വരികയാണ്. അത്തരം ജനകീയ പോരാട്ടങ്ങൾ സംബന്ധിച്ച് സാധാരണക്കാർക്കിടയിൽ, മനുഷ്യർക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനേ ഇത്തരം ചില വ്യക്തികൾ, സമരക്കാരിൽ നിന്ന് ചില വ്യക്തികൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ സഹായകരമാവും. അതൊരു കാരണവശാലും ആവർത്തിക്കരുത് നിലപാട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പിണറായി വ്യക്തമാക്കുകയും ചെയ്തു. നെല്ലറയുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ സാംസ്കാരിക നഗരിയിലേക്ക് മാർച്ച് കടന്നു വരുമ്പോൾ എത്രത്തോളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു? ഏത് രീതിയിലാണ് ആവേശത്തോടു കൂടി പ്രവർത്തകരുടെയൊക്കെ തന്നെ പ്രതികരണം?
നവകേരള മാർച്ച് ഇന്ന് 16-ാം ദിവസം. കഴിഞ്ഞ 15 ദിവസം കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ ലഭിച്ച 6 ജില്ലകളിൽ ലഭിച്ച ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് ജാഥ മധ്യ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. തൃശൂർ ജില്ലയെ അതിർത്തിയായ പ്ലാഴിയിൽ അല്പസമയത്തിനകം ജാഥ എത്തിച്ചേരും. പ്ലാഴിയിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, MLA മാരായ K രാധാകൃഷ്ണൻ, PD ദേവസി, പ്രൊഫസർ P രവീന്ദ്രനാഥ്, ഗീതാ ഗോപി, KV അബ്ദുൽ ഖാദർ തുടങ്ങി നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിണറായിയെ സ്വീകരിച്ച് ആദ്യ സ്വീകരണ കേന്ദ്രമായ ചേലക്കരയിലേക്ക് ആനയിക്കും. ചേലക്കരയിലാണ് ആദ്യ സ്വീകരണം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമായ ഓട്ടുപാറയിലും തുടർന്ന് കുന്നുംകുളത്തും. ഇന്നത്തെ ജാഥയുടെ സമാപനം തൃശൂർ നഗരത്തിൽ തന്നെയാണ്. തെക്കേ ഗോകുലനടയിൽ വൈകിട്ട് 7 മണിയോടുകൂടി ഇത് സംബന്ധിച്ച് പൊതുസമ്മേളനം ആരംഭിക്കും. സലീം മുഹമ്മദാണ് വിശദാംശങ്ങൾ പിണറായി വിജയന്റെ പ്രതികരണം സംബന്ധിച്ചും നവകേരള യാത്രയുടെ മുന്നോട്ടുള്ള പോക്ക് സംബന്ധിച്ചും. SFI പ്രതിഷേധത്തിനിടെ TP ശ്രീനിവാസനെതിരെ ഉണ്ടായ കയ്യേറ്റം അംഗീകരിക്കാനാകില്ലെന്ന് പിണറായി വിജയൻ. പ്രതിഷേധങ്ങൾ വ്യക്തിപരമായ ആക്രമണങ്ങളാകുന്നത് ശരിയല്ലെന്നും പിണറായി പറഞ്ഞു. ശ്രീനിവാസന് തല്ലുകൊണ്ടു അദ്ദേഹം വീണു എന്ന കാര്യമൊന്നും ആരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ 10 മണി സമയത്താണ് നമ്മൾ പത്രസമ്മേളനം ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം എന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ആധുനിക ഈ വാർത്താവിനിമയത്തിൻ്റെ സൗകര്യങ്ങൾ വെച്ച് മനസ്സിലാക്കി ചിലർ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ വസ്തുക്കൾ മനസ്സിലാക്കാതെ പറയാൻ പറ്റുമോ എന്താണ് നടന്നത്? അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതൊരു അതിർ കടന്ന നടപടിയായിട്ടുണ്ട്. അതായത് ശ്രീനിവാസൻ ഇതിനെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് ശ്രീനിവാസനോട് പ്രതിഷേധം ഉണ്ടാകാം, അത് വേറെ. അത് വ്യക്തിപരമായ പ്രതിഷേധമല്ലല്ലോ, വ്യക്തിപരമായി ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ലല്ലോ. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ നോക്കുന്നതിനെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ മുൻപന്തിയിൽ നമ്മുടെ SFIയും DYFIയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എത്ര കണ്ടാണ് തെറ്റായതിനെ ചിത്രീകരിക്കാൻ ഈ സംഭവം വഴിവെച്ചത്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ACC സെക്രട്ടറി ദീപക് ബാബറിയുമായി കൂടിക്കാഴ്ച നടത്തി. KPCC ആസ്ഥാനത്ത് UDF യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ച. K ബാബുവിന്റെ രാജി വിഷയവും സോളാർ വിഷയത്തിലെ കോടതി വിധിയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. UDFൽ യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇടതുമുന്നണിയാണ് പരിഭ്രാന്തിയിൽ. അവര് UDFന്റെ ഘടകകക്ഷികളെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കാരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. UDFന് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ഇന്ന് UDF യോഗം ചേരും. രാവിലെ 11-ന് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നു. സോളാർ കേസിൽ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും. K ബാബുവിന്റെ രാജി സംബന്ധിച്ചും അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ഈ വിശദമായ വാർത്തകൾ ഇത് സംബന്ധിച്ച് നിർണായക UDF യോഗത്തിൻ്റെ വാർത്തയിലേക്ക് വരാം. മറ്റു വാർത്തയിലേക്ക് പോയ ശേഷം ഹൈക്കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് നിയമപരമായി ഒരു പിടിവള്ളിയായെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മേൽ ശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സോണിയാഗാന്ധി കേരള നേതാക്കളെ പ്രത്യേകം കണ്ട് ചർച്ച നടത്തുന്നത് തുടരുന്നു. ആദർശ് കുംഭകോണത്തിൽ ആരോപണ വിധേയനായപ്പോൾ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ രാജി സമർപ്പിച്ച കാര്യം ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനോട് ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രതലത്തിൽ BJP മുഖ്യമന്ത്രിമാർക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന അഴിമതി ആരോപണങ്ങളും പോരാട്ടങ്ങളും തകർത്തു കളയുന്നതാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്നാണ് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് വ്യാപം കേസിൽ ആരോപണ വിധേയനായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാജിവെക്കണമെന്ന് പാർട്ടിക്ക് അവകാശപ്പെടാനാകില്ലെന്ന് ഐ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. കൂടാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ രാജിവെച്ച കാര്യവും അവർ അറിയിക്കുന്നുണ്ട്. ആദർശ് കുംഭകോണ കേസിൽ ആരോപണ വിധേയനായപ്പോൾ തന്നെ പാർട്ടി മുഖ്യമന്ത്രി അശോക് ചവാന്റെ രാജി എഴുതി വാങ്ങി. ഇതേ നിലപാട് ഉമ്മൻചാണ്ടിയോടും സ്വീകരിച്ചില്ലെങ്കിൽ കേന്ദ്രതലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നാമാവശേഷമാകും. പ്രശ്നം ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധി കേരള നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തുകയാണ്. KV തോമസ് MPയും സോണിയാഗാന്ധിയെ കണ്ട് വിഷയം അവതരിപ്പിച്ചു. ശരി, കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടി 14 മണിക്കൂർ ഒരു കമ്മീഷന് മുമ്പിൽ നിന്ന് ഉമ്മൻചാണ്ടിയാണ്.
അതേസമയം ഉമ്മൻചാണ്ടിക്കെതിരെ വിധി പുറപ്പെടുവിച്ച വിജിലൻസ് ജഡ്ജിയെ അധിക്ഷേപിച്ച പാർട്ടി നടപടികൾ സ്ഥിതിഗതികൾ കൈവിട്ടുപോകാൻ കാരണമാകുമെന്നാണ് ഹൈക്കമാൻഡ് നിരീക്ഷണം. That Indian National Congress does not believe that judgments of court should be subject matter of any agitational activity. If out of some enthusiasm, some youth congress or NSUI friends have done it, we will advise them accordingly. ഐ ഗ്രൂപ്പും VM സുധീര വിഭാഗവും ഉമ്മൻചാണ്ടിക്കെതിരെ പോരാട്ടവുമായി നിൽക്കുന്നതും ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൽ നിന്നും ഉമ്മൻചാണ്ടിക്കെതിരായ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാവുകയാണ്. കേരള നേതാക്കളെ പ്രത്യേകം വിളിച്ച് നിലപാടറിയുകയാണ് ഇപ്പോൾ സോണിയാഗാന്ധി ചെയ്യുന്നത്. ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. സോളാർ അഴിമതി വിഷയം ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്ക് സംരക്ഷണം നൽകുന്ന ഹൈക്കമാൻഡ് നിലപാട് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചു. സോളാർ കുംഭകോണത്തിൽ CBI അന്വേഷണ ആവശ്യം കോടതിയെ സമീപിക്കുമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. ദില്ലിയിൽ വെച്ച് പണം കൈമാറിയെന്ന് സരിത വ്യക്തമാക്കിയതോടെ BJP അനുകൂല സംഘടന നൽകിയ പരാതിയിൽ ദില്ലി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ശിവരാജ് സിംഗ് ചൗഹാനെതിരെയും ലളിത് മോദി വിവാദത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കോൺഗ്രസ് സ്തംഭിപ്പിച്ചത്. എന്നാൽ കോടികളുടെ സോളാർ കുംഭകോണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. സ്വന്തം തട്ടകത്തിൽ അഴിമതിക്കാരനായ നേതാവിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് ഇരട്ടത്താപ്പ് പാർലമെന്റിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് BJP കേന്ദ്ര നേതൃത്വം. ഇതിന്റെ സൂചനകളും BJP നേതാക്കൾ നൽകി കഴിഞ്ഞു. At the moment, we are demanding the immediate resignation of the Chief Minister, of his whole cabinet. ചാന്ദിനി ചൗക്കിൽ തോമസ് കുരുവിളയ്ക്ക് പണം കൈമാറിയെന്ന് സരിത വെളിപ്പെടുത്തിയതോടെ കത്വാലി പോലീസ് സ്റ്റേഷനിൽ BJP അനുകൂല സംഘടനയായ നവോദയ പരാതി നൽകിയിരുന്നു. ഇതിന്മേൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സോളാർ അഴിമതിയിൽ CBI അന്വേഷണം എന്ന ആവശ്യം BJP നേതാവ് O രാജഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി CBIയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം തന്നെ നടക്കണം. സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ CBI അന്വേഷണവുമായി കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിലടക്കം കോൺഗ്രസിനെതിരെയുള്ള മൂർച്ചയേറിയ ആയുധമായി സോളാർ വിഷയം ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിലെ സ്ഥിതിഗതികളിൽ ഗവർണറോട് റിപ്പോർട്ട് തേടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. വിശദാംശങ്ങൾ മനുശങ്കർ നൽകും. മനു, കഴിഞ്ഞ ദിവസം BJP ഇക്കാര്യത്തിൽ രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ നിലപാട് വന്നിരിക്കുന്നത്? ഗവർണറോട് എപ്പോഴായിരിക്കും വിശദീകരണം ആവശ്യപ്പെടുക? പ്രജീഷ്, എന്തായാലും ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ഗവർണറുടെ റിപ്പോർട്ട് തേടണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP നേതാവ് O രാജഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തിയത്. ഇതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്നും ഇതിൽ തുടർ നടപടികൾ കൈക്കൊള്ളാമെന്നും ഇത് സംബന്ധിച്ച് ഗവർണർക്ക് നിർദ്ദേശം നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്നുമാണ് എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം O രാജഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രപതി ഭരണത്തിന്റെ ആവശ്യകത വേണമെന്ന് ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷേ അഴിമതിയിൽ തറപുരണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജനവിധി തേടണം എന്നതാണ് BJPയുടെ നിലപാടെന്നും O രാജഗോപാൽ വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം എന്നൊരു ആവശ്യം BJP മുന്നോട്ട് വച്ചിരുന്നു. ഇതിലും അനുകൂല നിലപാട് വ്യക്തമാണ്. ഏറ്റവും മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് P ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയിരിക്കുന്ന വിശദാംശങ്ങളുമായി PV ജോഷില ചേരുന്നു. ജോഷില, ഹർജി പരിഗണിച്ച കോടതി എന്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തള്ളിയത്? വാക്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് പരാമർശങ്ങളൊന്നും തന്നെ കോടതി നടത്തിയിട്ടില്ല. VG അനിൽകുമാറാണ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ്. ഇത്തരത്തിൽ ഒരു പരാമർശവും നടത്താതെ കേസ് പരിഗണിച്ച ഉടനെ തന്നെ തള്ളുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ജോഷില, എന്ത് കാര്യങ്ങൾ, കാരണം പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയും അടിയന്തര സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ അതിലെ നടപടിക്രമങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്നാണോ കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതിയിൽ നിന്നുള്ള ഹർജിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഒരു പക്ഷേ P ജയരാജന്റെ അഭിഭാഷകൻ നിരത്തിയത്?
അത്തരം കാര്യങ്ങളെ കോടതി ഏത് രീതിയിലാണ് മുഖവിലേക്ക് എടുത്തതും തള്ളാനുള്ള സാഹചര്യവും? പ്രജീഷ്, കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ രാജൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. BJP CBI ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നും സമീപകാലത്ത് കണ്ണൂർ സന്ദർശിച്ച RSS സമ്മർദ്ദവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനവുമാണ് ഇത്തരത്തിൽ ഒരു പ്രതിചേർക്കൽ നിലപാടിലേക്ക് പോയത് എന്നുള്ള CBI പോയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത്. തെളിവും വസ്തുതയും ഇല്ലാതെയാണ് CBI തന്നെ പ്രതിചേർക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കം നടത്തുന്നതെന്നും ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേസിലെ മറ്റു പ്രതികൾക്കൊന്നും ചുമത്താത്ത UAPA വകുപ്പ് 225 പ്രതിയായ തനിക്ക് ചുമത്തി എന്നതിന് പിന്നിലും ഗൂഢലക്ഷ്യമുണ്ടെന്ന് ഹർജിയിൽ പറയുന്നിരുന്നു. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള CBI നീക്കമാണിതെന്ന് സൂചിപ്പിച്ചിരുന്നു. CBI ഉന്നയിച്ചിരിക്കുന്ന പുതിയ ആക്ഷേപം കേസിലെ ഒന്നാം പ്രതിയായ വിക്രമൻ തന്റെ ഡ്രൈവറാണെന്നും സന്തത സഹചാരിയാണെന്നതുമാണ്. വിക്രമൻ സന്തത സഹചാരിയല്ലെന്നും ഡ്രൈവിംഗ് ലൈസൻസ് പോലുമില്ലാത്ത വിക്രമൻ ഡ്രൈവറാണെന്ന് പറയുന്നത് ന്യായയുക്തമല്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. എന്നാൽ ഇത് കോടതി ഇക്കാര്യത്തിലൊന്നും തന്നെ കോടതി യാതൊരു വിധത്തിലുള്ള പരാമർശങ്ങളും നടത്താതെ ഇന്ന് രാവിലെ കേസ് പരിഗണിച്ച ഉടനെ തന്നെ തള്ളുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിട്ടുള്ളത്. പ്രജീഷ്, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. കതിരൂർ മനോജ് വധക്കേസുമായി ബന്ധപ്പെട്ട് PJ രാജൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയിരിക്കും. ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായ TN ഗോപകുമാർ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 3:50 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. മാധ്യമപ്രവർത്തന രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ നീണ്ട ശക്തമായ സാന്നിധ്യമായിരുന്നു TNG എന്ന വിളിപ്പേരുള്ള TN ഗോപകുമാർ. ഇന്ത്യൻ എക്സ്പ്രസിലൂടെയാണ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. പിന്നീട് മാതൃഭൂമി, ന്യൂസ് ടൈം, സ്റ്റേറ്റ്സ്മാൻ, ഇൻഡിപെൻഡന്റ് തുടങ്ങിയവിടങ്ങളിലും പ്രവർത്തിച്ചു. തുടർന്ന് BBC-ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൃശ്യമാധ്യമ രംഗത്തേക്ക് ചുവടുമാറ്റം. മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലായി ഏഷ്യാനെറ്റ് ആരംഭിച്ചപ്പോൾ വാർത്താവിഭാഗത്തിലെ പ്രധാനിയായി. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ തുടക്കം മുതൽ വാർത്താവിഭാഗം മേധാവിയായിരുന്ന TN ഗോപകുമാർ മരണം വരെ ആ സ്ഥാനത്ത് തുടർന്നു. ഗോപകുമാർ നിർമ്മാണവും അവതരണവും നിർവഹിച്ച കണ്ണാടി എന്ന വാർത്താധിഷ്ഠിത പരിപാടി മാധ്യമരംഗത്ത് ചരിത്രം സൃഷ്ടിച്ചു. വോൾഗ തരംഗങ്ങൾ, ശുചീന്ദ്രം രേഖകൾ, അകമ്പടി സർപ്പങ്ങൾ തുടങ്ങിയ ശ്രദ്ധിക്കപ്പെട്ട ഒട്ടേറെ കൃതികളിലൂടെ സാഹിത്യരംഗത്തും ജീവൻ മഷായി എന്ന ചലച്ചിത്രത്തിലൂടെ സിനിമാ രംഗത്തും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തി. കേരള സാഹിത്യ അക്കാദമിയുടേതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടി. മാധ്യമരംഗത്തെ കുലപതിയായി വാഴുമ്പോഴും വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നു അദ്ദേഹം. മാധ്യമരംഗത്ത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ജീവിതത്തിനാണ് TNGയുടെ അന്ത്യത്തോടെ തിരശീല വീഴുന്നത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. TNGയുടെ നിര്യാണത്തിൽ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് അനുശോചനം അറിയിച്ചു. മാധ്യമപ്രവർത്തനത്തിൽ ഉടനീളം ധാർമ്മികതയും സർഗാത്മകതയും പുലർത്തിയ വ്യക്തിയാണ് TN ഗോപകുമാറെന്ന് ജോൺ ബ്രിട്ടാസ് അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. മന്ത്രിയായി തുടരാൻ K ബാബുവിന് മേൽ സമ്മർദ്ദമേറുന്നു. ബാബു മന്ത്രിയായില്ലെങ്കിൽ തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമെന്ന തിരിച്ചറിവിലാണ് ബാബുവിന് മേൽ മുഖ്യമന്ത്രിയും ആര്യാടനും സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച് താൻ ഇനി മന്ത്രിയാകുന്നില്ലെന്നാണ് ബാബുവിന്റെ നിലപാട്. വിജിലൻസ് കോടതി വിധി സ്റ്റേ ചെയ്ത വാർത്ത പുറത്തുവന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലാണ് K ബാബുവിനെ തടഞ്ഞുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് രംഗത്ത് വന്നത്. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച K ബാബു മന്ത്രിയായി തുടരുമോ എന്ന ചോദ്യത്തിന് K ബാബു നൽകിയ മറുപടി തുടരില്ല എന്നായിരുന്നു. എന്നാൽ K ബാബു ഇപ്പോഴും മന്ത്രിയാണെന്നും ഇനിയും മന്ത്രിയായി തുടരുമെന്നാണ് ആര്യാടൻ മുഹമ്മദ് K ബാബുവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ മന്ത്രിയാണ്. ബാബുവിനേക്കാളും മുമ്പ് ഞാൻ മന്ത്രിയായല്ല. ബാബു സാങ്കേതികമായി ഇപ്പോൾ മന്ത്രിയാണ്. ബാബു സ്വയമായ ബാബുവിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് മുഖ്യമന്ത്രി ഉണ്ടാക്കി അത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പാർലമെന്ററി ബോർഡിൽ ആലോചിച്ചു. K ബാബുവിന്റെ രാജി മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയാൽ മുഖ്യമന്ത്രിക്കും ആര്യാടനും മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ബാബുവിനെ വീണ്ടും മന്ത്രിയാക്കാൻ ഇരുവരും സമ്മർദ്ദം നടത്തുന്നത്. എന്നാൽ K ബാബുവിന് മന്ത്രിയായി തുടരാൻ താല്പര്യമില്ല എന്നാണ് ബാബുവിനോട് അടുപ്പം പുലർത്തുന്നവർ പറയുന്നത്. എന്നാൽ ബാബു രാജിവെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുമെന്ന കാരണത്താൽ ഇരുവരും ബാബുവിന് മേൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, കൊച്ചി.